അത്രമാത്രം സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യനാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ. തങ്ങൾക്കെതിരാണ് വിധിയെങ്കിൽ ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ചത് ഒരു CPM നേതാവാണ്. പ്രതീകാത്മകമായി ജസ്റ്റിസിനെ തൂക്കിലേറ്റിയത് ആരാണ്? CPM ആണ്. CPM ഒരിക്കലും ഒരു ജനാധിപത്യ പാർട്ടിയെ അല്ല. പോരാളി ഷാജിയാണല്ലോ CPMന്റെ സൈബർ ഹാൻഡലിലെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നമസ്കാരം. വഴിയരികിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളൊക്കെ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരുന്നു. അടുത്തിടെ ചിന്നക്കടയിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നതിനിടയിൽ കൊല്ലത്തെ റോഡ് സൈഡിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ എത്രയും വേഗം തന്നെ നീക്കം ചെയ്യണമെന്ന് നഗരസഭാ അധ്യക്ഷന് നിർദ്ദേശം നൽകുകയും മണിക്കൂറുകൾക്കകം അത് നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ രൂക്ഷമായ സൈബർ അറ്റാക്ക് നേരിടുകയാണ് അദ്ദേഹം നടത്തിയ ഈ പരാമർശവും ഇത്തരത്തിലുള്ള നടപടിയുമൊക്കെ ചില രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും ദഹിച്ചിട്ടില്ല. ഇപ്പോൾ CPMന്റെ ചില പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ സൈബർ അറ്റാക്ക് നടത്തുകയാണ്. സോഷ്യൽ മീഡിയയിലടക്കം ചില ചിത്രങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ ആക്രമണം നടത്തുകയാണ്. ഈ അടുത്തിടെ തൃക്കാക്കര MLA തൻ്റെ ഭർത്താവും മുൻ MLAയുമായിരുന്ന PT തോമസിൻ്റെ സ്മരണാർത്ഥം നടത്തിവരുന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൻ്റെ പോസ്റ്ററിൽ ദേവൻ രാമചന്ദ്രൻ്റെ ചിത്രം പതിപ്പിച്ച് ഈ റോഡ് സൈഡിലൊക്കെ കാണാനിടയായി. ഇതാണ് ഇപ്പോൾ ഉപയോഗിച്ച് വലിയ സൈബർ ആക്രമണം നടത്തുന്നത്. എന്നാൽ പക്ഷേ ഇത്തരത്തിലൊരു പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എത്രയും വേഗം തൻ്റെ ചിത്രം അതിൽ നിന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ജോസഫ് മാർട്ടിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അന്നുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ്, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരാണ്, എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ജോസഫ് മാർട്ടിൻ മറുനാടൊപ്പം ചേരുകയാണ്. ഈ ഒരു സംഭവം എങ്ങനെയായിരുന്നു? താങ്കളൊരു പോസ്റ്റ് ഇട്ടു, പോസ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദേവൻ രാമചന്ദ്രൻ സാർ അത് റിമൂവ് ചെയ്യണമെന്ന്. എന്തായിരുന്നു നടന്നത്? കഴിഞ്ഞ ദിവസമാണ് CPMന്റെ ഒരു പ്രവർത്തകൻ, ഞാൻ ആ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, അതായത് ഈ പോരാളി ഷാജിയാണല്ലോ CPMന്റെ സൈബർ ഹാൻഡലിലെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ആ സൈബർ ഹാൻഡിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് CPM നമ്മൾ പോരാളി ഷാജിയെ വെച്ചിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ പോരാളി ഷാജിയുടെ അത്രയും പോലും നിലവാരമില്ലാത്ത ഒരു പ്രവർത്തകൻ ആ പ്രവർത്തകൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണാനിടയായി. അതിൽ ദേവൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായ, കേരളത്തിൻ്റെ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ന്യായാധിപനാണ് ദേവൻ രാമചന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തെ വളരെ മോശമായി പരാമർശിച്ചുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ തൃക്കാക്കര MLA ഉമാ തോമസ്, PT തോമസിൻ്റെ പത്നി എന്നതിനപ്പുറത്തേക്ക് ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിച്ച ഒരു MLA ആയി മാറിയ പ്രിയങ്കരിയായ ഉമാ തോമസിനെ വളരെ ഒരു ഇന്നർ മീനിങ്ങോടുകൂടിയാണ്. ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരിക്കലും പരാമർശിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആരംഭം തന്നെ. അതൊരു CPMകാർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ആരംഭിച്ചിട്ട് പിന്നെ പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ്, പിന്നെ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഒരു ഡ്രമാറ്റൈസ് ചെയ്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹം ദേവൻ രാമചന്ദ്രനെതിരെ വളരെ മോശമായിട്ട് വ്യക്തിഹത്യ നടത്തുന്ന ഒരു പോസ്റ്റ് കണ്ടത്. അപ്പോൾ ആ പോസ്റ്റിൽ അദ്ദേഹം ഒരു പോസ്റ്ററും ഫോട്ടോ ആയിട്ടുകൊണ്ടാണ് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. ആ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെപ്റ്റംബർ മാസം 2024 സെപ്റ്റംബറിൽ MLA അവാർഡ് നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട്, അതായത് PT തോമസിൻ്റെ മരണശേഷവും അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ മഹാത്മാ അവാർഡെന്ന് പറഞ്ഞിട്ടായിരുന്നു MLA അവാർഡ് നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഉമാ തോമസ് MLA ആയതിനു ശേഷം നമ്മൾ PT തോമസ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് അത് 3ാമത്തെ അവാർഡായിരുന്നു ഈ വർഷം നടത്തിയ രാജഗിരിയിലെ പരിപാടി. ആ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായി വന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ ന്യായാധിപൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവർകളായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഫ്ലെക്സ് ഒന്നും വെച്ചില്ല, നമ്മൾ പോസ്റ്ററുകൾ വ്യാപകമായി എല്ലായിടത്തും ഒട്ടിച്ചു. ആ പോസ്റ്ററിൽ MLAയുടെ പടമുണ്ടായിരുന്നു, ജസ്റ്റിസിൻ്റെ പടമുണ്ടായിരുന്നു. ആ പടം വെച്ചുകൊണ്ടാണ് സൈബർ അറ്റാക്കുകൾ ഈ പ്രാവശ്യം ഈ ജസ്റ്റിസിൻ്റെ നടത്തുന്നത്. പക്ഷേ ആ പടം ശ്രദ്ധയിൽപ്പെട്ട ആ സമയത്ത് തന്നെ ജസ്റ്റിസ് MLA വിളിക്കുകയും എൻ്റെ പടം വെക്കരുതെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. അതറിഞ്ഞു കഴിഞ്ഞ ഉടനെ MLA എല്ലാവരോടും പറഞ്ഞു ആ പോസ്റ്ററുകളെല്ലാം കീറണം എന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ പടം നമ്മളെല്ലാ പോസ്റ്ററിൽ നിന്നും നീക്കം ചെയ്തു, കീറി. ആ കീറിയ ഫോട്ടോ ഇട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഓർത്ത് നമ്മൾ കീറിയതല്ലല്ലോ, നമ്മൾ ആ സമയത്ത് തന്നെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കീറുകയും ചെയ്തു. മാത്രമല്ല ഫ്ലെക്സ് അല്ല,
പോസ്റ്ററാണ്. പോസ്റ്റർ ആർക്കും ഒരു ഉപദ്രവകാരി പോലുമല്ല, മതിലിൽ ഒട്ടിച്ച പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ തൻ്റെ പടം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് കീറുകയും ചെയ്തു. അപ്പോൾ അത്രമാത്രം സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യനാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പൗരബോധം, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, അതിനേക്കാൾ ഉപരി ന്യായാധിപൻ എന്ന നിലയ്ക്ക് തീർത്തും വളരെ നീതിപൂർവകമായി വിധികൾ പ്രസ്താവിക്കുന്ന ന്യായാധിപൻ. പക്ഷേ അദ്ദേഹത്തെ ഈ CPM പോലുള്ള അല്ലെങ്കിൽ CPM സൈബർ ഹാൻഡിലുകൾ മിക്കവാറും അറ്റാക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തെ ഇടപെടലുകളാണ്. ഒരു പരാതിയില്ലാതെ സ്വമേധയാ കേസെടുക്കാൻ കോടതിയിൽ ആവശ്യപ്പെടും. ഇവിടെ വെള്ളക്കെട്ടുണ്ടായപ്പോൾ അദ്ദേഹം അതിനെതിരെ ശക്തമായ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസിനെയും ഇതിനു മുൻപ് ഭരിച്ച കോർപ്പറേഷൻ ഭരിച്ച ആളുകളെ ഉൾപ്പെടെയാണ് അദ്ദേഹം വിമർശിച്ചത്. ഒരു കോൺഗ്രസ് നേതാവും അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്തില്ല. അത് കോൺഗ്രസിൻ്റെ ഒരിക്കലും ഒരു പാരമ്പര്യമേ അല്ല. അപ്പോൾ ആ പരാമർശങ്ങളെല്ലാം, വിമർശനങ്ങളെല്ലാം ക്രിയാത്മകമായിട്ടാണ് കോൺഗ്രസ് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ദേവൻ രാമചന്ദ്രനെ, ജസ്റ്റിസിനെ വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹം എന്താണ് അദ്ദേഹമെന്ന് ഒന്ന് എഴുതണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് മാത്രമാണ് എഴുതിയത്. പിന്നെ ഇതിൽ ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. ഇപ്പോൾ CPM ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ സൈബർ ഹാൻഡിലുകൾ വ്യക്തിഹത്യ നടത്തുന്നത് ജഡ്ജിമാർക്കെതിരെ. ഇവർക്ക് അനുകൂലമായി വിധി വന്നാൽ സ്വാഭാവികമായിട്ടും ജുഡീഷ്യറിയെ CPMകാർ എല്ലാ കാലത്തും ഗ്ലോറിഫൈ ചെയ്യും. തങ്ങൾക്കെതിരാണ് വിധിയെങ്കിൽ ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ചത് ഒരു CPM നേതാവാണ്. അതാരാണെന്ന് നിങ്ങൾക്കറിയാം. പ്രതീകാത്മകമായി ജഡ്ജിയെ നാട് കടത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. പ്രതീകാത്മകമായി ജസ്റ്റിസിനെ തൂക്കിലേറ്റിയത് ആരാണ്? CPM ആണ്. അപ്പോൾ CPM എല്ലാ കാലത്തും ജനാധിപത്യത്തെക്കുറിച്ച് പറയുകയും ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണായ, അതായത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇന്നും അവരുടെ പ്രതീക്ഷ കോടതികളാണ്. ആ കോടതിയിൽ സത്യസന്ധമായി വിധി പറയുന്ന ന്യായാധിപന്മാരെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് CPM ഒരിക്കലും ഒരു ജനാധിപത്യ പാർട്ടിയേ അല്ല. അങ്ങനെ പറയാൻ പോലും ഇവർക്ക് അവകാശമില്ല. അപ്പോൾ ആ പൊള്ളത്തരം തുറന്നു കാട്ടാനും കൂടിയാണ് ഞാൻ ഈ പോസ്റ്റ് എഴുതിയത് എന്നും കൂടി വേണമെങ്കിൽ പറയാം. അദ്ദേഹം ചെയ്തത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നതും. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് എത്രയും വേഗം തന്നെ മാറ്റണം എന്ന് MLA യോട് ആവശ്യപ്പെട്ടു. തുടർന്ന് അത് ഈ പ്രവർത്തകർ തന്നെ ആ ഭാഗമെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഈ ഫ്ലെക്സ് ബോർഡുകൾ വഴി യാത്രക്കാർക്ക്, കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ സ്ഥാപിക്കുന്നതിനെതിരെയായിരുന്നു അദ്ദേഹം കൃത്യമായി നിലപാടെടുത്തത്. അത് പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ CPMൻ്റെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഫ്ലെക്സ് ബോർഡുകൾ റോഡരികിൽ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. അതൊക്കെ എടുത്ത് മാറ്റിയപ്പോഴാണ് ഇവർക്ക് കൊണ്ടത്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകനായ ജോസഫ് മാർട്ടിൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം R. പിയൂഷ്, മറുനാട് TV.